ഷെയ്ഖാണ് മഴയുടെ ഉടമസ്ഥനെന്ന ഈ വിശ്വാസക്കാരന് പിന്നെ എങ്ങനെ സമാധാനം ഉണ്ടാവും? നിങ്ങളൊന്ന് ആലോചിച്ച് ഈ വിശ്വാസക്കാരന് ഇനി അവിടെ തീർന്നില്ല, ഒരു സാമ്പിൾ കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് റുബൂബിയത്തിലാണ്. ഇനി ഉലൂഹിയത്തിൽ പ്രാർത്ഥന, നേർച്ച, വഴിപാട്, അർച്ചനകൾ, അർത്ഥനകൾ, ഉപാസനകൾ, നേർച്ച, ബലി എല്ലാം ആർക്കാ? പഠിച്ചു, എല്ലാം പഠിച്ചു. പക്ഷെ ചില ആളുകൾ മനസ്സിലാക്കി എന്തറിയോ? പ്രാർത്ഥന പഠിച്ചോനല്ലാത്തവരുടെ ആകാന്ന, നേർച്ച പഠിച്ചോനല്ലാത്തവർക്ക് ആകാന്ന. ഇല്ലേ? ഉണ്ട്. 2 മാസം കഴിഞ്ഞാൽ റമദാൻ വരും. 17 ഒരു നേർച്ച. എന്ത്? റമദാൻ 17 നേർച്ച ഉണ്ട്. ബദർ ദിനം, ബദരീങ്ങളെ പേരിൽ നേർച്ച. നേർച്ച ആർക്കാ? അള്ളാഹ്ക്ക്. ബലിയില്ലേ? ഉണ്ട്. അന്നൊരു ബലി ഇറക്കും. ആർക്കാ? ബദരീങ്ങളെ പേരിൽ. ബലി ഇബാദത്തല്ലേ? അതെ. അതാർക്കാ? അള്ളാഹ്ക്ക്. നേർച്ച ഇബാദത്തല്ലേ? അതെ. അതാർക്കാ? അള്ളാഹ്ക്ക്. തേട്ടം, ഇസ്തിആന. ആരോടാ കൂട്ടരെ സഹായം ചോദിക്കേണ്ടത്? ആരോടാ? ചോദ്യമാണ് ആരോടാണ് സഹായത്തേട്ടം? നമ്മളിങ്ങനെ ലിസ്റ്റ് ഇടുക. അമ്പിയാക്കളോട് പറ്റൂല, ഔലിയാക്കളോട് പറ്റൂല, സാദാത്യങ്ങളോട് പറ്റൂല, മനുഷ്യവർഗത്തിൽ ഒരാളോടും പറ്റൂല. പിന്നെയുള്ളത് ജിന്നുവർഗമാ, അവരോട് പറ്റുമോ? അവരോടും പറ്റൂല. പിന്നെയുള്ളത് മാലാഖമാരാണ് അള്ളാഹുവിൻ്റേത്, അവരോട് സഹായത്തേട്ടം പറ്റുമോ? പറ്റില്ല. പിന്നെ ആരോടാണ് സഹായത്തേട്ടം? അള്ളാഹുവിനോട് മാത്രം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. തിരിച്ചെടുക്കാണ് ചോദ്യമൊക്കെ തിരിച്ചു വരപ്പോ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ചില ആൾക്കാർ ആയത്തൊക്കെ ഓതുന്നിടത്തൊന്ന് ഉപ്പണിറങ്ങിയതാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇൻഷാ അല്ലാഹ്. അപ്പൊ ആരോടാ? എല്ലാം പഠിച്ചവനോട്. എന്നാ ഇവിടെ എന്താ അറിയോ സമസ്തക്കാർ ചെയ്യണത്? യാ സയ്യിദ സാദാത്തി ജിതുക ഖാസിദാ അർജു ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി ഖദ് ഹല്ല ബിമാ ഖദ് അലിംത മിനൽ അദാ വല്ലുൽബി വല്ലുഫി ശദീദി ഫഅസ്അദി. നേതാക്കളിൽ നേതാവായവരെ, അങ്ങയെ ഉദ്ദേശിച്ചുകൊണ്ട് ഞാനിതാ അങ്ങയുടെ അടുക്കൽ വന്നിരിക്കുന്നു നബിയെ. അങ്ങയുടെ സംരക്ഷണം ഞാൻ പ്രതീക്ഷിക്കുന്നു നബിയെ. എന്റെ ഉദ്ദേശം അങ്ങ് പരാജയപ്പെടുത്തരുത് നബിയെ. ഉപദ്രവം, അക്രമം, ശക്തമായ ബലഹീനത തുടങ്ങി അങ്ങേക്ക് അറിയാവുന്ന വിഷമസന്ധികൾ എന്നെ ബാധിച്ചിരിക്കുന്നു നബിയെ. അതിനാൽ അങ്ങ് എന്നെ സഹായിക്കണമേ നബിയെ. ഉഹുദില് വീണുപോയില്ലേ അള്ളാഹുവിന്റെ പ്രവാചകൻ? മുൻപല്ല് പൊട്ടിയില്ലേ അള്ളാഹുവിന്റെ പ്രവാചകന്റേത്? ബദറിൽ മുട്ടുകുത്തിയിട്ട് സുജൂദിലായിട്ട് റബ്ബിനോട് തേടിയില്ലേ അള്ളാഹുവിന്റെ റസൂല്? അവിടെ ഇബ്രാഹീമിനോട് തേടിയോ? അലൈഹിമുസ്സലാം ഇല്ലല്ലോ. അവിടെ മൂസാ നബിയോട് തേടിയോ? അലൈഹിമുസ്സലാം ഇല്ലല്ലോ. അവിടെ ഈസാ നബിയോട് തേടിയോ? അലൈഹിമുസ്സലാം ഇല്ലല്ലോ. ആ റസൂലിനോട് ഏതെങ്കിലും ഒരു സ്വഹാബത്ത് ഏതെങ്കിലും ഒരു വിഷമസന്ധിയിൽ തേടിയോ? ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് സ്വഹാബത്തിനോട് തേടാൻ ആവശ്യപ്പെട്ടിട്ടില്ലാത്തൊരു വിഷയത്തില്, റസൂലിനോട് അവരാരും തേടിയിട്ടില്ലാത്തൊരു വിഷയത്തില് നമ്മളെങ്ങനെ സഹായം തേടുന്നു സഹോദരങ്ങളെ? അതുകൊണ്ട് നമ്മുടെയൊക്കെ വീട്ടിൽ ഇറക്കി വെച്ച 313 വക ഏടിൽ അസംബന്ധങ്ങൾ നിറഞ്ഞിരിക്കുന്നുണ്ട്. ഇത് ഞാൻ പറയുന്നത് ഈ പരിസരത്ത് ശബ്ദം കേൾക്കുന്നവർക്ക് വേണ്ടിയാ, ഈ സദസ്സിലിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയല്ല. വളരെ കൃത്യമാണത്. നമ്മളൊക്കെ ഒന്ന് നമസ്കരിച്ചു, 2 നമസ്കാരം. ആ നമസ്കാരത്തിന്റെ ഒക്കെ ശേഷം നമ്മൾ 3 പ്രാവശ്യം റബ്ബിനോട് പറഞ്ഞുപോയി അസ്തഗ്ഫിറുല്ലാഹ്. 3 പ്രാവശ്യം. എന്താ അസ്തഗ്ഫിറുല്ലാഹ്? പടച്ചോനെ, ഞങ്ങളുടെ പാപങ്ങളെ നീ പൊറുക്കുകയും മായ്ക്കുകയും ചെയ്യണേ റബ്ബേ. പാപങ്ങൾ പൊറുത്താ മാത്രം പോര റബ്ബേ, അത് നാളെ സ്വാലിഹീങ്ങളെ, ശുഹദാക്കളെ, സുദ്ദീഖുകളെ, അമ്പിയാക്കളെ കൊണ്ടുവന്ന് നിർത്തുന്ന പരലോകത്തിന്റെ വേദിയിൽ വെച്ച് അവരുടെ മുന്നിൽ ഞങ്ങളുടെ പാപങ്ങൾ പ്രദർശിക്കാൻ പാടില്ല റബ്ബേ. അതുകൊണ്ട് ഞങ്ങളെ പാപങ്ങളെ പൊറുക്കുകയും അത് നീ മായ്ക്കുകയും ചെയ്യണേ നാഥാ. അതാണ് അസ്തഗ്ഫിറുല്ലാഹ്. ആ ഇസ്തിഗ്ഫാർ നമ്മൾ ചോദിച്ചില്ലേ? എന്നാ നിങ്ങൾ ആലോചിക്കണേ. ഷറഫൽ ലനാ മൗലീദ് എന്ന് പറയുന്ന ഒരു മൗലൂദിന്റെ കിതാബുണ്ട്.
ആ കിതാബിനകത്തുള്ളത് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറല്ല, റസൂലിനോടുള്ള ഇസ്തിഗ്ഫാറാ. റസൂല് പോലും ഇസ്തിഗ്ഫാർ ചോദിച്ചത് പടച്ചവനോടാ. ജീവിതത്തിൽ ഒരു തെറ്റുപോലും ചെയ്തിട്ടില്ലാത്ത റസൂല് ദിവസേന കുന്നാ നഉദ്ദു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് പറഞ്ഞു പോവുകയാ, ഞങ്ങൾ എണ്ണിക്കണക്കാക്കാറുണ്ടായിരുന്നു റസൂൽ ഇങ്ങനെ അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നത്. ഒരു റിപ്പോർട്ടിൽ 100 പ്രാവശ്യമാ, വേറെ റിപ്പോർട്ടിൽ 70 പ്രാവശ്യമാ. ഒരു തെറ്റുപോലും ചെയ്തിട്ടില്ലാത്ത റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ ഇങ്ങനെ ഇസ്തിഗ്ഫാർ ചോദിക്കുക. നമ്മൾ ഒരൊറ്റ ഇസ്തിഗ്ഫാർ പോലും ചോദിക്കാറില്ല. നമ്മൾ വല്ലാതെ ആശങ്കയില്ല. ഇൽമിന്റെ മജ്ലിസാണല്ലോ, കേവലം ഒരു വഅദ് കേട്ട് പോകലല്ലോ, വിഷയങ്ങൾ പഠിക്കലല്ലേ, ഇൽമ് നേടലല്ലേ. അതുകൊണ്ട് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഞാനൊരു കാര്യം സൂചിപ്പിക്കട്ടെ. നമ്മളൊക്കെ പറയാറുണ്ട് വല്ലാത്ത ചൂടാണ്, ആകാശത്തുനിന്ന് കാർമേഘങ്ങളെ കാണാനില്ല, മേഘത്തിൽ നിന്ന് മഴയൊട്ട് താഴേക്ക് വരുന്നുമില്ല, എവിടൊക്കെയോ മഴ പെയ്യുന്നുണ്ടെന്ന വാർത്ത. ഒരിക്കലും മഴ പെയ്യാൻ സാധ്യത കുറവുള്ള, മഴ പെയ്താൽ ഒരുപാട് സാമൂഹിക പ്രശ്നങ്ങളുള്ള അറേബ്യൻ രാഷ്ട്രങ്ങളിലെ മഴയുണ്ട്. മഴ മാത്രം പെയ്താൽ ആശ്രയിച്ച് ജീവിക്കാൻ നിൽക്കുന്ന കേരളത്തിന്റെ ഭൂമിയിലോ മഴയില്ലല്ലോ. ആരോ ഒരാളോട് ചോദിച്ചു പോയൊരു അറബിയോട് ഈ അടുത്ത് 2 ആഴ്ചക്ക് മുമ്പുള്ള ഉംറ യാത്രക്കിടയിൽ അയാള് പറഞ്ഞുപോയി, ദുൽമ് വർദ്ധിച്ചത് കൊണ്ടാണ്, പരിഹാരം ഒറ്റന്നേയുള്ളൂ, പരിഹാരം ഒന്ന് മാത്രമേ ഉള്ളൂ, മഴക്കൊരു പരിഹാര മാർഗം മാത്രമേ ഉള്ളൂ. അള്ളാഹുവിലേക്ക് 2 കണ്ണും പിടച്ചിട്ട് ഹൃദയം നനച്ചിട്ട് 2 കരങ്ങളും ഉയർത്തിയിട്ട് റബ്ബിന്റെ ഖജനാവിലേക്ക് നീട്ടിക്കോ, തേടിക്കോ, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിച്ചോ. നൂഹ് നബി അലൈഹിസ്സലാം സമുദായത്തോട് പറഞ്ഞു പോയതല്ലേ, ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا. അല്ലയോ സമുദായമേ, فقلت استغفروا ربكم إنه كان غفارا. നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കണേ. ഇന്നഹു കാന ഗഫാറാ. അർത്ഥം പറയേണ്ടതില്ലല്ലോ, പടച്ചവൻ പൊറുക്കുന്നവനാണല്ലോ. എന്നിട്ട് രണ്ടാമത് പറഞ്ഞു പോണ കേൾക്കണേ, യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ. അല്ലാഹു നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് സമൃദ്ധമായ മഴ അയച്ചു തരും. അല്ലാഹു മഴ അയച്ചു തരും. മഴ കിട്ടാനായി ഒരു വാക്ക്. ഏതാണ് ആ വാക്ക്? അസ്തഗ്ഫിറുല്ലാഹ്. പറയാൻ എളുപ്പമല്ലേ, പറയാൻ എളുപ്പമല്ലേ, പദം എളുപ്പമല്ലേ? ഇത് മൻസിലും മഫാസിലും ഏതോ കള്ള മൗലവിമാര് എഴുതി വെച്ചു പോയ കഥയല്ലേ? നമ്മുടെയൊക്കെ വീടുകളിൽ ഇപ്പോഴുമില്ലേ? ദിക്റിന്റെ കിതാബിന്റെ ഭാഗങ്ങളില്ലേ? മൻസിലും മഫാസിലും എന്ന് പറയുന്ന 2-3 ഗ്രന്ഥങ്ങളില്ലേ? അതിങ്ങനെ കണ്ടശയായി ജിൽദായി വർഷം വർഷം ഇറങ്ങി വരുന്നില്ലേ? എന്നിട്ട് മൂപ്പര് വെള്ളിയാഴ്ച രാവിലെ സുബഹിക്ക് തൊട്ടുശേഷം ടിവിയിൽ ആ സുന്ദരമായ മുഖം പ്രത്യക്ഷപ്പെടാറില്ലേ? എന്നിട്ട് മൂപ്പര് പറയും, എന്താ മൂപ്പര് പറയാ? ഞാൻ കഴിഞ്ഞ മാസം ഇറക്കി അതെന്നെ വായിക്കണോ? നിങ്ങളെ നാട്ടിലൊന്നും ഇല്ലേത്? മൻസിലും മഫാസിലും പറഞ്ഞിട്ട് ഉണ്ട്. നിങ്ങളവിടെ അല്ലേ? ഉണ്ട്. എടുത്തിട്ട് നേരെ പുറത്തേക്ക് ഇടാ, അല്ലെങ്കിൽ അടുപ്പിൽ കിടാ. എന്നിട്ട് ദുആന്റെ കിതാബ് ഇവിടെ കിട്ടും. നിങ്ങൾ ഒരുക്കിയിട്ടില്ല? ഇവിടെ ബുക്ക് സ്റ്റാൾ ഒരുക്കണം. കേസറ്റ് സ്റ്റാളല്ല, ബുക്ക് സ്റ്റാൾ ഇവിടെ ഒരുക്കി വെക്കണോ? അവിടെയൊക്കെ ഉണ്ട്. ദുആന്റെ പുസ്തകം കിട്ടും, അല്ലെങ്കിൽ ചോദിച്ചു വാങ്ങണം. കള്ള ഹദീസ്. കുട്ടിനെ കെട്ടിക്കാൻ ഇന്ന ദിക്റ്, രോഗം മാറാൻ ഇന്ന ദിക്റ്. ഇങ്ങനെയുണ്ട് ഒരു ദിക്റ് കച്ചവടം. പ്രത്യക്ഷത്തില് നമ്മളെ മൗലവിമാര് ചെയ്യണ മാതിരി എന്ത് ചെയ്യണില്ല, ഉറുക്കി കെട്ടി കൊടുക്കണില്ല. പക്ഷെ ഓൾറെഡി അതന്നെ സിസ്റ്റം. വേറെ രീതി, ജൂതന്മാരുടെ രീതി എന്താ? ശനിയാഴ്ച മീൻ പിടിക്കരുത്. അപ്പൊ എന്ത് ചെയ്തു? മീൻ പിടിക്കണില്ല, ഞങ്ങളൊരു തടം മാത്രം കെട്ടിക്കോളാം. മറ്റൊരു ഓരോന്നാണ് മേടിച്ചത്. മൂപ്പര് ഒറ്റ കുത്തക, ഇന്റത് മാത്രം വായിക്കണം. അല്ലാഹുവേ, അങ്ങനെയല്ല, അങ്ങനെ ഒരു കച്ചവടത്തിന് വേണ്ടിയല്ല ഇസ്തിഗ്ഫാറിനെ പറ്റി ഞാൻ സൂചിപ്പിച്ചു പോയത്. ഇസ്തിഗ്ഫാർ റബ്ബുൽ ഇസ്സത്ത് കൃത്യമായി പഠിപ്പിച്ചു പോയൊരു വിഷയമാണ്. പണ്ഡിതന്മാര് വിശദീകരിച്ചിരുന്നുണ്ട് അതിന്റെ വിശദാംശങ്ങള്. നല്ല മക്കൾ, നല്ല സ്വത്ത്, നല്ല തോട്ടങ്ങൾ, നല്ല അരുവികൾ. ഒരു റിയൽ എസ്റ്റേറ്റ് ഏരിയനെ ഉണ്ടാക്കി തരും പഠിച്ചു. ഇസ്തിഗ്ഫാർ കൃത്യമാണെങ്കിൽ. അപ്പൊ ഒരാളെ മനസ്സിൽ റിയൽ എസ്റ്റേറ്റ് ഉണ്ടാക്കണം. അസ്തഗ്ഫിറുല്ലാഹ്. അവിടെയൊക്കെ പഠിച്ചോ പറഞ്ഞറിയോ? മത്തറുൻ മഅൽ ബറക്ക, അനുഗ്രഹീതമായ മഴ. അബ്നാഉൻ മഅൽ ബറക്ക, അനുഗ്രഹീതമായ മക്കൾ. അംവാലുൻ മഅൽ ബറക്ക, നമുക്ക് എന്തൊക്കെ ഇല്ലാത്തത് അതൊക്കെ അനുഗ്രഹീതമായ ബർക്കത്തുള്ള സ്വത്ത്.
ബർക്കത്തുള്ള മക്കൾ. നിങ്ങളെ വിഷയത്തിലൂടെ വന്നിട്ടുണ്ടാവും അത്. കാരണം എന്താ, ഇൻഷാ അല്ലാഹ് ഞാൻ ഭാവിയിൽ ഇടയിൽ വെച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോ ഇവിടെയൊക്കെ പങ്കു ചേർക്കുക എല്ലായിടത്തും. എന്നിട്ട് ഞാൻ പറഞ്ഞു വന്നെന്ന് വെച്ചാല്, അള്ളാഹുവിന്റെ ഹബീബിനോട് നേർക്കുനേരെ ഈ ഇസ്തിഗ്ഫാർ നേർക്കുനേരെ, അബ്ദുക്കൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു ളന്നി യാ ബശീറു, പിന്നെന്താ യാ നദീറു. നിങ്ങളൊക്കെ പഴയ ഖുറാഫികളെന്ന് എഴുതിയിട്ട് അപ്പൊ ഞാൻ അവിടെ നിർത്തിയേ. ശരിയല്ലേ? മറന്നുപോയി. ഖുർആൻ കിട്ടിയപ്പോ മറന്നുപോയി. ഖുർആൻ പഠിച്ചൊക്കെ മറക്കും. എല്ലാ പാപങ്ങളെയും പൊറുക്കുകയെന്ന അങ്ങയുടെ ഔദാര്യം അങ്ങയുടെ സാധുവായ ഈ ദാസൻ ആഗ്രഹിക്കുന്നു നബിയേ. എന്തൊരു വാചകമാ! സുബ്ഹാനല്ലാഹ്. എല്ലാ പാപങ്ങളെയും പൊറുക്കുകയെന്ന